നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. റൂം തുറക്ക് പിള്ളേരെ, എനിക്ക് പണി തീർത്തിട്ട് പോണെന്ന്. എന്റെ ചേട്ടത്തി വന്നേ, ഒരു കാര്യം പറയാനുണ്ടെന്നേ. കാര്യം ഇവിടെ വെച്ച് പറ. അതല്ല വന്നേ പറയാം. അവിടെ നിന്ന് വീട് പിള്ളേരെ, ആദ്യ കാര്യം എന്താന്ന് പറ. അതെ ചേട്ടത്തിക്ക് വല്ലാത്ത ക്ഷീണുണ്ടല്ലോ. ക്ഷീണം ഉണ്ടാവും. നടു നിർത്താൻ പറ്റാത്ത ജോലിയല്ലേ ചെയ്യണത്, അപ്പൊ പിന്നെ ക്ഷീണം ഉണ്ടാവും. അതിന് നിങ്ങൾക്ക് എന്താ? അതെ ചേട്ടത്തി, എല്ലാ ദിവസവും എത്ര മണിക്ക് എഴുന്നേക്കും? എപ്പോഴാ കിടക്കുന്നേ? പുലർച്ചെ 4 മണിക്ക് എണീക്കും. രാത്രി 10 മണിക്കാ കിടക്കുന്നത്. ചുമ്മാതല്ല ഈ സുന്ദരമായ ബോഡി ഇങ്ങനെ ക്ഷീണിച്ചിരിക്കുന്ന. ചേട്ടത്തിക്ക് നല്ല വൈറ്റമിൻ കുറവുണ്ട്. ഈ ജോലിയൊക്കെ ചെയ്യുന്നത് കൊണ്ടാ ചേട്ടത്തിന്റെ ഒറിജിനൽ ഗ്ലാമർ പുറത്തു വരാത്തത്. അതെ, ഇപ്പൊ പഴയ ഗ്ലാമർ ഒന്നും ഇല്ല. എന്റെ സൗന്ദര്യം കണ്ടിട്ടെ എത്ര നാള് പുറകെ നടന്നിട്ടാന്നറിയോ ഐസക് എന്നെ കെട്ടിയത്. അതൊക്കെ ഒരു കാലം. ഇവിടെ വന്ന് ഞാൻ ഈ കോലത്തിലായി പോയി. പക്ഷെ ചേട്ടത്തി അത്രയ്ക്ക് കോലം കിട്ടിട്ടൊന്നും ഇല്ല. ഇനിയോ രംഗത്തിലുള്ള ബാലിയും ഓടിക്കൊണ്ട് ജോലി ഭാരവാ ചേട്ടത്തി ഈ കോലത്തിലാക്കിയെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. എന്റെ കഷ്ടപ്പാട് റീന മാഡോ അറിയണില്ല. ഇന്നലെ വന്നു കയറിയ നിങ്ങളെങ്കിലും മനസ്സിലാക്കിയല്ലോ. അതുകൊണ്ടാ ഞങ്ങൾ ചേട്ടത്തെ ഹെൽപ്പ് ചെയ്യാൻ തീരുമാനിച്ച. അല്ലേ അല്ലേ അല്ലേ? ഇതെല്ലാം ഇങ്ങ് തന്നേരെ. ചേട്ടത്തി റൂം ക്ലീൻ ചെയ്യണ്ട, ഞങ്ങളുടെ റൂം ഞങ്ങൾ തന്നെ ക്ലീൻ ചെയ്തോളാം. അയ്യോ അത് വേണ്ട. നിങ്ങളുടെ റൂം ഞാൻ നിങ്ങളെ കൊണ്ട് തന്നെ ക്ലീൻ ചെയ്യിച്ചു മാഡം അറിഞ്ഞാലേ എന്നെ വഴക്കുറയും. ഈ കാര്യമൊന്നും റീനാമ അറിയാൻ പോകുന്നില്ല. ഞങ്ങളാരും പറയില്ല. ഞങ്ങളൊരു കൈ സഹായം ചെയ്യുന്നതല്ലേ. നിങ്ങൾ എനിക്ക് കൈസഹായം ചെയ്തിട്ടേ എന്റെ കൈക്ക് പണിയാവരുത്. ഒരു പ്രശ്നവും വരില്ല. ഞങ്ങള് മെസ്സി വരുമ്പോ ചേട്ടത്തി വേണ്ട പോലെ ഒന്ന് കണ്ടേക്കണം. ചേട്ടത്തി ഇങ്ങ് തന്നേരെ. ചേട്ടത്തി പോയി വിശ്രമിക്ക. എത്ര നല്ല പിള്ളേര്. ഇവർക്ക് എന്നോട് ഇത്രയും സ്നേഹം ഉണ്ടായിരുന്നോ? ചേട്ടത്തി ചെല്ലേ. നിങ്ങളെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലല്ലോ. ഞാൻ നിങ്ങൾക്കുള്ള ഫുഡ് റൂമിലേക്ക് എടുത്തോണ്ട് വരാം. ഞങ്ങൾ അങ്ങോട്ട് വന്നോളാം. വേണ്ട, ചേട്ടത്തി ഫുഡുമായിട്ട് ഞങ്ങളുടെ റൂമിലേക്ക് വരുന്നത് റീനാമ കണ്ടോണ്ടല്ലോ ചേട്ടത്തിക്ക് തന്നെയല്ലേ വഴക്കിയേക്കുന്നത് അല്ലേ? അതുകൊണ്ടേ ഞങ്ങൾ അങ്ങോട്ട് വന്നോളാം. ചേട്ടത്തി പോയിട്ട് ഞങ്ങൾക്ക് സ്പെഷ്യൽ എന്തെങ്കിലും ഉണ്ടാക്കി വെക്കും. നിങ്ങൾ ഈ ചെയ്യുന്ന കാര്യം ആരും അറിയല്ലേ? ആരും അറിയില്ല. ചേട്ടത്തി ചെല്ല്. ആരവന്റെ അവസ്ഥ ഇനി എന്തായി കാണുമെന്ന് അറിയില്ല. നമുക്ക് നോക്കാം. അതെടുക്ക്. അവനിത് എവിടെ പോയി? അതെ, ആരവിത് എങ്ങോട്ട് പോയി? ആരവ സ്ഥലം വിട്ടോ? അവനെങ്ങനെ പോവാനാ? റൂം പൂട്ടി കീയും കൊണ്ടല്ലേ നമ്മള് പോയത്. ലോക്ക്ഡ് ആയ റൂമിൽ നിന്ന് അവൻ എങ്ങനെ പുറത്തു പോവും? എവിടെയെങ്കിലും പോയി കാണും. അയ്യോ, അവനെല്ലാം തിന്നു തീർത്തു. ഒരെണ്ണം പോലും ബാക്കിയില്ല. എന്നിട്ട് അവനെവിടെ? ആവിയായി പുറത്തിട്ട് അങ്ങ് പോയാ? ഞാൻ ഇവിടെ ഉണ്ട്. എടാ, എന്റെ ഗ്ലൗസ് എടുക്കാൻ നിന്നോട് ആര് പറഞ്ഞു? ഗ്ലൗസോ? ഞാൻ ഗ്ലൗസ് ഒന്നും എടുത്തില്ല. ഇത് ഗ്ലൗസ് അല്ലേ? അവന്റെ ഒരു തമാശ. ഊരടാ ഇങ്ങോട്ട്. ഊരടാ പറഞ്ഞു. ആരോ, നീ എന്തിനാ ഇതൊക്കെ എടുത്തേ? എല്ലാ ദിവസവും എനിക്ക് വ്യായാമം ചെയ്യുന്ന പതുകൊണ്ടേ ഇവിടെ വേറൊന്നും ചെയ്യാനില്ലാത്തോണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിയതാ. അല്ല, ആ സ്ത്രീ ഏതാ?
അവരെ തലയ്ക്ക് ചുറ്റും ക്യാമറ ഉള്ള ഒരു സ്ത്രീ മന്ദാകിനി, ഇവിടുത്തെ കുക്ക. അവരെ കണ്ട് ഞാനങ്ങ് പേടിച്ചു. ഈ അവർക്കൊരു പ്രേതം ലുക്ക്. നീ എന്തിനാ എന്റെ സ്നാക്സ് എടുത്തത്? വിശന്ന് കുടലെ എറിഞ്ഞപ്പോ എടുത്ത് കഴിച്ചു പോയതാ. ആഹാ, ഇവനിപ്പോ നമ്മളെ റെസ്റ്റോറന്റിൽ കണ്ട പാവത്താനെ പോലൊന്നും അല്ലല്ലോ. അതിന് ഞാൻ എന്തെങ്കിലും ശല്യം ഉണ്ടാക്കിയോ? ആ നീ കാരണം ഞങ്ങളുടെ വണ്ടിയെ പോലീസ് പൊക്കിക്കൊണ്ടുപോയി. ഇനി അതെങ്ങനെ തിരിച്ചു കിട്ടുമെന്ന് ഓർത്ത് വിഷമിച്ചിരിക്കുമ്പോഴാ അവന്റെ ഒരു ബാൻഡ് മേളം. ഞാൻ ഇവിടെ ഇരുന്ന് ബോറടിച്ചപ്പോ ചെയ്തു പോയതാ. ആഹാ, നിനക്ക് ബോറടിക്കുന്നുണ്ടേലേ അതൊക്കെ മാറ്റി തരാനാ ഞങ്ങൾ ഇതൊക്കെ കൊണ്ടുവന്നേക്കുന്നത്. ഇതെന്തിനാ? നിങ്ങളാണോ ഹോസ്റ്റൽ ക്ലീൻ ചെയ്തത്? ഞങ്ങളല്ല, നീയാണ് ക്ലീൻ ചെയ്യുന്നത്. ഇതാ പിടിക്കാൻ. നീ ഈ ഹോസ്റ്റൽ മൊത്തം ക്ലീൻ ചെയ്യണ്ട, ഈ മുറി മാത്രം ക്ലീൻ ചെയ്താൽ മതി. അല്ല, ഇതെല്ലാം ഞാൻ തന്നെ ചെയ്യണോ? നീ റെസ്റ്റോറന്റിൽ പണിയൊക്കെ ഇല്ല ചെയ്തോണ്ടിരുന്നേ, പിന്നെന്താ പ്രശ്നം? അല്ല, ഇവിടെ ഞാൻ നിങ്ങളുടെ ഗസ്റ്റ് അല്ലേ. ഗസ്റ്റിനെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിക്കുന്നത് ശരിയാണോ? പെൺകുട്ടികളുടെ റൂം ഒരു ആൺകുട്ടിയെ വെച്ച് ക്ലീൻ ചെയ്യിക്കുന്നത് തെറ്റല്ലേ? ആഹാ, നിനക്കെന്താടി ഇവനോട് സെന്റിമെന്റ്സ്? എനിക്ക് സെന്റിമെന്റ്സ് ഒന്നുമില്ല. അതെ, ഒരാൾക്ക് ഇഷ്ടമില്ലെങ്കിൽ നമ്മള് നിർബന്ധിച്ച് ചെയ്യിപ്പിക്കണോ? എങ്കിലേ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് മന്ദാകിനി ചേർത്ത് ഇങ്ങോട്ട് വിളിക്കാം. അവരിങ്ങോട്ട് വന്ന് ഇവനെ കണ്ടു കഴിയുമ്പോ ഇവന്റെ കാര്യം സ്വാഹ. എന്തായാലും മിണ്ടാതിരുന്നോ? രാത്രി ആവുന്നവരെ ഇവരുടെ തല പുറത്ത് കാണിക്കാൻ പറ്റില്ലല്ലോ. മാത്രല്ല എന്റെ സ്നാക്സും തിന്നു തീർത്തു. അതുകൊണ്ടേ നീ തന്നെ പണിയെടുത്താ മതി. ദാ പിടിച്ചോ. എന്താടാ നിനക്ക് റൂം ക്ലീൻ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടോ? എനിക്കെന്ത് ബുദ്ധിമുട്ട്? എന്നെ സഹായിച്ച നിങ്ങൾക്ക് ഞാനൊരു ബുദ്ധിമുട്ടുണ്ടാക്കാൻ പാടില്ല. ഗുഡ് ബോയ്. എന്ത് നല്ല അനുസരണം. നീ വേഗം ജോലി തീർക്ക്. ഞങ്ങള് പോയി നിനക്ക് എന്തെങ്കിലും തിന്നാൻ കൊണ്ടുവരാം കേട്ടോ. വാ വാ വാ. എടുക്കണോ പണി? അയ്യോ, കൂടുതൽ ബുദ്ധിമുട്ടിച്ചാലേ കെട്ടും കിടക്കെടുത്ത് ഞാൻ പോട്ടനെ കൂടെ പോകും. കിച്ചണിലാണെങ്കിൽ ഒരു 50 കിലോ പാത്രം കഴുകാണ്ട്. ആ പിള്ളേരാണെങ്കിൽ സമയത്തിന് വന്ന് എന്തെങ്കിലും കഴിക്കോ? അതുമില്ല. ദേ, അവര് ഫോൺ വെച്ചിട്ട് പോയി. ആ ഫോൺ കൊണ്ടാ നമ്മൾ 5 സുന്ദരികൾക്ക്